ഇനിയും എത്രനാൾ തുടരണം ഈ ദുരിതയാത്രയെന്ന് അധികൃതർ പറഞ്ഞേ പറ്റൂ. 2021 പ്രളയത്തിൽ തകർന്ന കീച്ചൻപാറ പാലത്തിന് പകരം നാട്ടുകാർ സഞ്ചരിക്കുന്നത് അതിസാഹസികമായാണ്. രണ്ട് തെങ്ങ് തടികൾ ചേർത്ത് വെച്ച് അതിന് മുകളിലൂടെ പലകയടിച്ച വഴിയിൽ ഭീതി നിറഞ്ഞ യാത്രയ്ക്ക് പരിഹാരം കാണുവാൻ അധികൃതർക്ക് കഴിയുന്നില്ല. തകർന്ന നടപ്പാലം പുതുക്കി പണിയണമെന്നാവശ്യപ്പെട്ട് MLA-മാർ അടക്കം നിവേദനവുമായി നടക്കുന്നതല്ലാതെ ഒരു പ്രയോജനവുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പ്രളയത്തിൽ തകർന്ന കോൺക്രീറ്റ് പാലത്തിന് പകരം പുതിയ പാലം ഉടൻ നിർമ്മിക്കാൻ വഴിയില്ല എന്ന് കണ്ടതോടെയാണ് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ തെങ്ങും മുളയും ചേർത്ത് വെച്ച് താൽക്കാലികമായി നടപ്പാലമുണ്ടാക്കിയത്. താൽക്കാലിക നടപ്പാലവും അപകട ഭീഷണിയിലാണ്. കൈവരികളില്ലാത്ത പാലത്തിലൂടെയാണ് കുട്ടികളുടെയും യാത്ര. മഴയിൽ തെന്നിക്കിടക്കുന്ന പലകയിലൂടെ ചവിട്ടി വേണം മറുകരയിൽ കടക്കാൻ. 3-4 വർഷത്തിന് മുമ്പ് കഴിഞ്ഞ ജലപ്രളയത്തിൽ ഞങ്ങളെ ഈ കീച്ചമ്പാറ ഭാഗത്ത് 10-60 കുടുംബക്കാരും കുട്ടികളും വിദ്യാർത്ഥികളും എല്ലാം താമസിക്കുന്ന പഠിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏക ആശ്രയം ഈ ഒരു പാലമാണ്. ആ പ്രളയത്തിൽ പാലത്തിൻ്റെ പകുതി ഒടിഞ്ഞ് വെള്ളത്തിൽ പോയി. അത് പഞ്ചായത്തിൽ ഞങ്ങളെല്ലാ നാട്ടുകാരെയും വിളിച്ച് MLA-മാർ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടി 3 തെങ്ങിൻതടി ഇട്ട് അതിൽ പലകയടിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തത്. ഇപ്പോൾ അത് തീരെ ശോധനീയാവസ്ഥയിലാണ് ഇപ്പം. കാരണം പഴയ കൈവിരിയെല്ലാം പോയി പലകയെല്ലാം തെന്നുന്ന രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. പല ഭാഗം ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ടിപ്പോൾ ആ പഴം ഞങ്ങൾ വലുത് ദൂരത്തിലാണ്. ഇപ്പം ജീവൻ പണയം വെച്ച് വേണം അക്കരയ്ക്ക് പോകാൻ. അതില്ലെങ്കിൽ ഞങ്ങൾ 1-2 കിലോമീറ്റർ കയറ്റം കയറി ചുറ്റി വേണം ടൗണിൽ പോകാൻ. ദേശീയപാതയിൽ 34-ാം മൈലിന് മറുകരയിലുള്ള നൂറുകണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമാണ് ഈ പാലം. ഇത് അപകടാവസ്ഥയിലായതോടെ ഇപ്പോൾ കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. ആദ്യം നിർമ്മിച്ച താൽക്കാലിക തടിപ്പാലം തകരുകയും വീണ്ടും നാട്ടുകാർ ചേർന്ന് പാലം നിർമ്മിക്കുകയുമായിരുന്നു. ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ നിവേദനങ്ങളല്ല നടപടികളാണ് വേണ്ടതെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.